ഒരിക്കലും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മഹാന്മാരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് കടന്നു പോകാൻ ഒരു കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ സ്വർഗത്തിന്റെ നദികളെ കുറിച്ചും സ്വർഗത്തിന്റെ ആനന്ദങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ എല്ലാ പർദീസുകളെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബിക്ക് സ്വഹാബത്തിന്റെ വല്ലാത്ത താല്പര്യമായി പടച്ചവനെ, ഞങ്ങൾക്ക് അതിനൊന്ന് സാധിച്ചിരുന്നെങ്കിൽ ആ പവിത്രമായ സ്വർഗത്തിന്റെ നദികളും ആ സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും ആ സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങളും പടച്ചവനെ ഞങ്ങൾക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിലോ എന്നതാ അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് അതറിയാൻ വേണ്ടിയിട്ട് വല്ലാത്ത താല്പര്യം ഇങ്ങനെ കടന്നു വരികയാണോ? മനസ്സിനകത്ത് വല്ലാത്ത കൊതിയായി സ്വഹാബത്ത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പവിത്രമായി ഈ പറഞ്ഞ സ്വർഗങ്ങളുണ്ടല്ലോ, ഈ പറയപ്പെട്ട സ്വർഗത്തിന് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലാണ് ലഭിക്കുന്നത് എന്നവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പറയുമ്പോ പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായിട്ട് അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, ലിമൻ അതാബൽ കലാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സംസാരമുണ്ടല്ലോ, നിങ്ങളെ സംസാരത്തെ, നിങ്ങളുടെ കലാമിനെ നിങ്ങൾ തൊയ്യബാക്കണേ, നിങ്ങൾ നന്നാക്കണേ, നിങ്ങൾ നന്നാക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ പടച്ചവനെ, നമ്മുടെ നാക്കിക്കൊണ്ട് ഒരാളും തന്നെ വേദനിക്കരുത്, ഒരാളും തന്നെ പ്രയാസപ്പെടരുത്. സ്വർഗം കടക്കണമെങ്കിൽ, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒരുപാട് നമസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് നോമ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് സ്വതക്കുകൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ജീവിതത്തിൽ എന്ത് നന്മകൾ കേട്ടാലും പടച്ചവനെ നമ്മൾ ആ നന്മകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നന്മകളുടെ കൂടെ പടച്ച റബ്ബേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവമുണ്ടോ? ആ നന്മകൾ ചെയ്യുന്നതിന്റെ കൂടെ പടച്ചവനെ മറ്റുള്ളവരെ വേദനിക്കുന്ന സ്വഭാവം എങ്ങാനും നമുക്ക് കടന്നു വരുന്നുണ്ടോ? അങ്ങനത്തെ സ്വഭാവം നമുക്ക് കടന്നു വന്നാൽ, ആ ഒരു കാര്യം നമ്മുടെ നാക്കിനകത്ത് കടന്നു വന്നാൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിനക്ക് പടച്ച തമ്പുരാന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിനക്ക് അല്ലാഹു തആല നൽകുന്നതല്ല. പ്രവാചകന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പടച്ചവനെ, അത് എന്റെയും ജീവിതത്തിലേക്കൊന്ന് എടുത്തു വെക്കണം, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എടുത്തു വെക്കണം. അതിന്റെ നമുക്ക് കഴിയണമല്ലോ, അതിന്റെ നമുക്ക് കഴിയണമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു അബൂജഹല്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അബൂജഹലിന് വെറുക്കുന്ന ഒരു കാര്യം അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അബൂജഹലിന് ദേശമുള്ള വെറുക്കുന്ന കാര്യം റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? അബൂജഹലിനോട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കടന്നു വരാൻ പറഞ്ഞത് മാത്രമാണ് റസൂലുള്ളാഹി വിഷമമാകുന്നത് പറഞ്ഞിട്ടുള്ളത്.
നീ ഏകദൈവത്തിൽ വിശ്വസിക്കണേ, നീ വിശ്വസിക്കണേ, ബഹുദൈവ വിശ്വാസം നീയാകരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത അവിടുന്ന് വിഷമമുണ്ടാക്കുന്ന ഒരു സ്വഭാവമോ ഒരു കാര്യമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അള്ളാന്റെ പ്രവാചകന്റെ മുമ്പില് പഠിച്ചവനെ അവിടുന്ന് ഏറ്റവും കൂടുതൽ അക്രമത്തിന്റെ മുമ്പോട്ട് കടന്നു വന്നവരായിരുന്നു അബൂജഹലിനോടെന്ന് മാത്രമല്ല അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഒരിക്കലും അള്ളാന്റെ പ്രവാചകർ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല, മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, വേദനിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിട്ടില്ല. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതശൈലി അങ്ങനെയായിരുന്നു. തന്റെ ജീവിതത്തിൽ സ്വഹാബത്ത് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിന് മുത്തുനബി. ആ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളെയും അനുഗ്രഹങ്ങളെയും അവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ ഇതിൽ കടക്കാനുള്ള ഒരു അനുഗ്രഹം, ഇതിൽ കടക്കാനുള്ള ഒരു കാര്യം, ഒരു കാരണമൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സംസാരത്തെ നീ നന്നാക്ക്. അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂടെ നീ നിന്റെ സ്വഭാവത്തെ, നിന്റെ സംസാരത്തെ നീ നന്നാക്ക്. ഒരാളോട് വേദനിപ്പിക്കുന്ന രീതിയിൽ നീ പ്രവർത്തിക്കരുത്. നിന്റെ കൂട്ടുകാരനോട്, നിന്റെ ഉമ്മയോട്, ബാപ്പയോട്, കൂടെ പിറപ്പിനോട്, നിന്റെ ചങ്കെന്ന് പറഞ്ഞു നടക്കുന്നവനോട് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള സംസാരമോ ഒരു പ്രവർത്തനമോ ഉണ്ടാകരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കാം. മനസ്സിലായ നിങ്ങൾ? അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ അള്ളാന്റെ ദുനിയാവിന്റെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം, എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്തിനാണ് നീ നോമ്പെടുക്കുന്നത്, എന്തിനാണ് നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്നത് അള്ളാന്റെ സ്വർഗത്തിനാണെന്നാണ്. എന്നാൽ ആ സ്വർഗത്തിൽ കടക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്ലേ? എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തആല സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടില്, നമ്മുടെ ഏറ്റവും വലിയ ടൗണില്, അല്ലെ, പെരിന്തൽമണ്ണ ടൗണ്, അല്ലെങ്കിൽ കോഴിക്കോട് ടൗണ്, ഈ ടൗണുകളിലൊക്കെ, അല്ലെ, അല്ലെങ്കിൽ എറണാകുളം ടൗണ്, ഈ ടൗണുകളിലൊക്കെ എന്തെങ്കിലും ഒരു എക്സിബിഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ എല്ലാം തരണം ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തും നമ്മൾ ചെയ്യും. എന്നാ അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് ഇത്രയും വലിയ മനോഹരമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം. ആ സ്വർഗം കാണാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ദുനിയാവിന്റെ മുകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഈ ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട, ഒരുപാട് സൗന്ദര്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്, അതൊന്ന് കാണാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തെ കുറിച്ച് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രക്കും വിശാലമായിട്ട് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ട് ആ സ്വർഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്വർഗത്തിലൊന്ന് കടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതിലൊന്നാമത്തെ കാര്യമാണ് പിടിച്ചു നിൽക്കുക. നമ്മളൊന്ന് ഇന്നൊന്ന് ഈ സമയം മുതലൊന്ന് സ്വന്തം തീരുമാനിച്ചേക്കാൻ, പടച്ചോനെ എന്നെ കൊണ്ട് ഒരാളെ കുറിച്ചും കുറ്റം പറയിപ്പിക്കരുത്, ഒരാളെയും അടിപ്പിക്കരുത്, ഒരാളെയും ചീത്ത പറയിപ്പിക്കരുത് എന്ന് സ്വന്തം നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് വേദന കൊടുത്ത ഒരാളാണ് അബൂജഹൽ. അബൂജഹലിനെ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സംസാരമോ ഒരു പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല. അതാണ് മുത്തുനബിന്റെ ജീവിതം.
നാം ആ മുത്തുനബിയുടെ അനുയായികളായി അല്ലേ? ആ അനുയായികളായി നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മി പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, പഠിച്ചവനെ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികൾ എല്ലാവരും കടന്നു വന്നു. പഠിച്ചവനെ ഒരുപാട് സ്വഹാബി വനിതകളുണ്ട്. എല്ലാവരും കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് ഒരുപാട് വസ്ത്രങ്ങൾ കൊടുക്കുന്നവരുണ്ട്, ഖമീസ് കൊടുക്കുന്നവരുണ്ട്, തലപ്പാവ് കൊടുക്കുന്നവരുണ്ട്, പലഹാരങ്ങൾ കൊടുക്കുന്നവരുണ്ട്, ഈത്തപ്പഴവും മുന്തിരിയും തുടങ്ങി പഴങ്ങൾ കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ദീർഘവും ദീനാറുകളും വെച്ച് കൊടുക്കുന്നവരുണ്ട്. പടച്ചറബ്ബേ, ഇതെല്ലാം റസൂലുള്ളാഹിക്ക് ഒരിക്കൽ സമ്മാനമായിട്ട് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കടന്നു വന്ന് കൊണ്ട് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴതാ പഠിച്ചവനെ ഒരു ഉമ്മ ഇങ്ങനെ ഒന്നും കയ്യിലില്ലാതെ മാറി നിൽക്കുകയാണ്. അവിടെ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ, ഞാൻ അനസിന്റെ ഉമ്മയാണ് നബിയേ, ഞാൻ അനസിന്റെ ഉമ്മയാണ് നബിയേ, ഞാൻ വല്ലാത്ത പട്ടിണിയിലാണ് നബിയേ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് നബിയേ. അതുകൊണ്ട് മുത്തുനബിയേ, എന്റെ കയ്യിൽ അങ്ങേക്ക് തരാൻ, എന്റെ കയ്യിൽ അങ്ങേക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല നബിയേ. എന്റെ കുടുംബത്തിൽ പട്ടിണിയാണ്, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പ്രയാസത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മ എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇന്നെന്റെ കയ്യിനകത്ത് തരാനുള്ളത് എന്റെ അനസ് മാത്രമാണ് നബിയേ. എന്റെ പൊന്നുമോനായ എനിക്കെല്ലാം എല്ലാമായ എന്റെ ജീവിതത്തിന്റെ തുണയായ കരളിന്റെ കഷ്ടമായ എന്റെ പൊന്നുമോന് അനസ്, ഈ അനസിനെ അല്ലാതെ എനിക്ക് തരാൻ എന്റെ കയ്യിനകത്തൊന്നുമില്ല നബിയേ എന്നവിടുന്നതാ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് ഹാദിമാക്കുകയാണ്, സേവകനാക്കുകയാണ് നബിയേ, അങ്ങ് അവിടുന്ന് സ്വീകരിക്കണം യാ റസൂലല്ലാഹ് എന്നവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പുന്നാർ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന അനസ് തങ്ങള് അവിടുന്ന് റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് കുളിക്കാൻ, റസൂലുള്ളാഹിന്റെ വസ്ത്രം അലക്കാൻ, റസൂലുള്ളാഹിന്റെ കാര്യങ്ങൾ എടുക്കാൻ, പടച്ച റബ്ബേ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നതാ വുളു എടുക്കാൻ വേണ്ടിയിട്ട് റബ്ബേ അവിടുന്ന് വെള്ളം എടുത്തു കൊടുക്കാൻ അനസ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. അവിടുന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി വഫാത്തായതിന്റെ ശേഷം അവിടുന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അനസ് തങ്ങൾ പറയുകയാ, എന്റെ പുന്നാര നബി തങ്ങളുണ്ടല്ലോ, ഇന്നേ വരെ ഞാനൊരു കാര്യം ചെയ്തിട്ട് അനസേ നീ ആ ചെയ്തത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതിന്റെ പേരില് എന്നെയൊന്ന് ശകാരിക്കുകയോ എന്നെയൊന്ന് അവിടുന്ന് ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ മക്കള് എന്തെങ്കിലും കാണിക്കുമ്പോ നമ്മൾ ചീത്ത പറയാറില്ലേ? നമ്മുടെ കൂടെ നമ്മുടെ വേലക്കാരിയായിട്ട് ഒരാളുണ്ടെങ്കിൽ, വേലക്കാരനായ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ ചിലപ്പോ ചീത്ത പറയില്ലേ? നീ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭൃത്യൻ അവിടെ നിന്ന് പറയാ,
റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിന്റെ നാക്ക് കൊണ്ട് എന്നെ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാര്യയോട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ? നമ്മുടെ പുതിയണ്ണിനോട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ? നമ്മുടെ ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അല്ലേ? നമ്മുടെ ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ? ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിന്റെ സ്വഭാവം അത്രത്തോളം മഹത്വമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടത്തെ നമ്മൾ എത്രയോ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ പലതും പറയാറുണ്ട്. നമ്മുടെ അയൽവാസികളെ, പള്ളിയിലെ ഖതീബിനെ, പള്ളിയിലെ മുഅദ്ദിനെ, നമ്മുടെ കൂട്ടുകാരനെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ മറ്റു ബന്ധുക്കളെ നമ്മൾ പലതും നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ അത് നമ്മൾ പറഞ്ഞത് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? എന്താ നേട്ടമുള്ളത്? നമ്മളെ ഭരണകൂടത്തെ നമ്മൾ പലതും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ പലതും പറയും. അതിലല്ലല്ലോ കാര്യം. നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അവരെ കുറിച്ചിട്ട് നന്മയ്ക്ക് വേണ്ടി എന്ത് പറയാൻ കഴിയും? അല്ലേ? നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പറയാൻ കഴിയും? നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് വെറുതെ നമുക്ക് കേട് എന്നല്ലാതെ, നമുക്ക് കേട് എന്നല്ലാതെ എന്താ പ്രശ്നം? അല്ലേ? നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഇപ്പൊ ഭരണകൂടത്തെ കുറിച്ചിട്ടോ എന്തെങ്കിലും കുറിച്ചിട്ട് മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ഭരണകൂടം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് അല്ലാഹു തആല നല്ല മനസ്സ് കൊടുക്കട്ടെ. നല്ല മനസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. മോശത്തരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞ് നമുക്ക് ഒരു പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഒരു ശിക്ഷ വാങ്ങിക്കൂട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ നിയമപരമായിട്ട് നേരിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം മനസ്സിലാക്കി അവരെ കുറിച്ച്, അവരുടെ ശൈലികളും ഭരണത്തിന്റെ രീതികളും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് അത് പറ്റുന്നതല്ലെങ്കിൽ പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ അതിനെ കുറിച്ച് പ്രതികരിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ നാക്കിനെ, നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല സൂക്ഷിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് കടക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, നിന്റെ ജീവിതത്തിൽ നീ ഒരാളെയും കുറ്റപ്പെടുത്തരുത്, നല്ല വർത്താനം നീ പറയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യനതാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. പടച്ച റബ്ബേ അവന്റെ തെറ്റുകളും അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അല്ലാഹുവേ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, തെറ്റുകളാണ്, ജീവിതത്തിലെ നന്മകൾ കടന്നു വന്നിട്ടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലൂടെ അവൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ സിറാത്ത് പാലത്തിലൂടെ കടന്നുപോയി ഒരു ചാണങ്ങ് എടുത്തു വെച്ചാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് കടന്നെത്തുമല്ലോ. പക്ഷെ അവനെങ്ങാനും പടച്ച റബ്ബേ അവിടെ നിന്നൊരു മോശത്തരം പറഞ്ഞാൽ അവിടെ കുറിച്ചെങ്ങാനും അവൻ ആരെ കുറിച്ചെങ്കിലും ഒരു മോശത്തരം ചിന്തിച്ചാൽ, പഠിച്ചവനെ അല്ലെങ്കിൽ ഹൃദയത്തിനകത്തൊരു അഹങ്കാരം കടന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, നമ്മുടെ നാക്ക് കൊണ്ട് മറ്റുള്ളവരെ പറയുമ്പോ, നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം ഉമ്മ, ഒന്ന് ചിന്തിക്കണം ഉമ്മ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ അനുയായികളും ഒരു വരിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. പടച്ചവനെ കടന്നു പോകുന്ന സമയത്ത് അതാ ഒരു സ്ഥലത്ത് ഇങ്ങനെ
കിടക്കുന്നുണ്ട്, ഒരു ചത്ത ഒരു കോവർ കൈത ഇങ്ങനെ കിടക്കുന്നുണ്ട്. വല്ലാത്ത ദുർഗന്ധമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത ദുർഗന്ധമായിരുന്നല്ലോ. ഒരിക്കലും തന്നെ പടച്ചവനെ അവിടുന്ന് ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരും തന്റെ മൂക്കിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ കഴുതയുടെ തൊട്ടരികിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ചീഞ്ഞളിഞ്ഞ പുഴുവരിച്ചുകൊണ്ട് കിടക്കുന്ന കോവർ കഴുതയാണ്. അതാ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെയുള്ളവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, പ്രിയമുള്ളവരെ, ഈ കാണുന്ന കഴുതയുണ്ടല്ലോ, ഈ കിടക്കുന്ന ചച്ച തീഞ്ഞളിഞ്ഞ കഴുതയുണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഈ കഴുതയെടുത്തിട്ട്, ചീഞ്ഞളിഞ്ഞ കഴുതയെടുത്തിട്ട് നിങ്ങളെ ഭക്ഷിക്കലാണല്ലോ. അത് അവിടുന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാക്കിക്കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതുകൊണ്ടുള്ള ദേശത്തെ കുറിച്ച് ഉപമപ്പെടുത്തിയ കാര്യമൊന്ന് എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് നന്മ ചെയ്യും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നന്മയെ നിങ്ങൾ പറയണേ, നിങ്ങൾ നന്മ നിങ്ങൾ പറയണേ. അല്ലെങ്കിലോ നിങ്ങൾ ഒന്നും തന്നെ പറയരുത്, നിങ്ങൾ മിണ്ടാതിരിക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാളൊരു തെറ്റ് ചെയ്തു, ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു. നമ്മുടെ കൂട്ടുകാരനാകാം, നമ്മുടെ കൂടെ പിറപ്പാകാം, നമ്മുടെ അയൽവാസിയാകാം. എന്റെ പ്രിയമുള്ളവരെ, അവനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പേരിൽ നമ്മൾ അവനെ കുറിച്ചിട്ട് ഒരുപാട് കളിയാക്കി, മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ എടുത്ത് അവഹേളിച്ച് സംസാരിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ തെറ്റെല്ലാം ഏറ്റു പറഞ്ഞ് അവൻ തൗബ ചെയ്തു. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തു, അല്ലാഹു തആല പുറത്തു കൊടുത്തു. എന്നിട്ടും നിന്റെ പറച്ചിൽ നീ നിർത്തിയിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവന്റെ ആ ഒരു മോശത്തരത്തെ, ആ ഒരു ചെയ്ത കാര്യത്തെ എടുത്ത് നീ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാ അവനിക്കെന്ത് നഷ്ടം? നീ പറയുന്നതിനനുസരിച്ച് അല്ലാഹു തആല നിന്റെ നന്മകൾ നാളെ അവന് എഴുതി കൊടുക്കും. റബ്ബിന്റെ മുമ്പിൽ നീ ചെല്ലുമ്പോൾ നീ നിസ്കരിച്ചതും, നീ നോമ്പെടുത്തതും, നീ നന്മകൾ ചെയ്ത സകാത്തുകൾ ഒന്നും അല്ലാഹു തആല കാണിച്ചു തരൂല. നീ ചോദിക്കും, റബ്ബേ എന്റെ നന്മകൾ എവിടെ? അല്ലാഹു പറയും, മോനെ, നീ ഇവനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞടാ, അവനിക്ക് ഞാൻ പുറത്തു കൊടുത്തു, പക്ഷെ നീ അവനെ കുറിച്ച് മോശത്തരം പറഞ്ഞു. നിന്നോട് അല്ലാഹു തആല പറയും, നിന്റെ നന്മകളൊക്കെ മറ്റുള്ളവനെ എഴുതി കൊടുക്കുമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് നഷ്ടം? അതുകൊണ്ട് നമുക്കല്ലേ. അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു ബോധം നൽകട്ടെ. സ്വർഗം കിട്ടൂല, അള്ളാഹിന്റെ സ്വർഗം കിട്ടൂല. സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോലും നിന്നെ അടുപ്പിക്കൂല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാ ഒരിക്കൽ ഉഹദ് യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഒരു ഉമ്മ ഇങ്ങനെ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. പടച്ചറബ്ബേ, ഉഹദിന്റെ രണാങ്കണത്തിൽ സ്വഹാബികളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പടച്ചവനെ മറ്റു സ്വഹാബത്തിനോട് ഈ ഉമ്മ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ എവിടെയാണ്? സ്വഹാബത്ത് അവിടുന്ന് പറയുന്നു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോൻ ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണിട്ടുണ്ട്. ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന്റെ കൈകാലുകൾ ചിന്തിച്ചിതറി കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോ പടച്ചറബ്ബയാകുമ്പോ ഓടിച്ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. പടച്ചറബ്ബയാകുമ്പ ഈ സ്വഹാബി മനുഷ്യൻ അവിടുന്ന് യുദ്ധം ചെയ്തിരുന്നത് എങ്ങനെയാണെന്നറിയോ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാ
പട്ടിണിയാണ് പടച്ച റബ്ബേ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ വയറ്റത്ത് 2 കല്ലിങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് അള്ളാന്റെ ദീനിനെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് യുദ്ധം ചെയ്തവനാ പടച്ച റബ്ബേ അവിടെ പിടഞ്ഞു വീണ് കിടക്കുമ്പോ കൈകാലുകൾ ചിന്തിച്ചു തിരി കിടക്കുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മുമ്പിലൂടെ കടന്നു വന്ന ഈ ഉമ്മ തന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറയുന്ന മോനെ നിന്റെ കൈകാലുകൾ ചിന്തിച്ചു തെറിയിക്കുകയാണല്ലോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിന്റെ വയറ്റത്ത് നീ കല്ല് വെച്ച് കൊട്ടിക്കൊണ്ടല്ലേ നീ യുദ്ധം ചെയ്യുന്നത് നിനക്കല്ലാന്റെ സ്വർഗമുണ്ടല്ലടാ നിനക്കല്ലാന്റെ സ്വർഗമുണ്ടല്ലോ എന്നവിടുന്ന് പടച്ചവനെ ഉമ്മ അവിടുന്ന് പറയുമ്പോ റസൂലുള്ള പറയുന്നു ഉമ്മ ആര് പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോന് സ്വർഗമുണ്ടെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവേ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളുടെ പൊന്നുമോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്റെ പൊന്നുമോന് സ്വർഗമില്ല നിങ്ങളുടെ പൊന്നുമോന് യുദ്ധം ചെയ്തിട്ട് കൈകാലുകൾ അവിടുന്ന് ചിന്തിച്ചു തെറിയിട്ടുണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് വിശപ്പ് അങ്ങനെല്ല സഹിച്ചിട്ടാണ് യുദ്ധം ചെയ്ത റസൂലുള്ള പറയാ മറ്റൊരാൾക്ക് നിങ്ങളുടെ മോനിൽ നിന്നൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു സ്വർഗം കൊടുക്കൂല എന്റെ പ്രിയമുള്ളവരെ ഇതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ വിശപ്പ് സഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെ വിശപ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ വിശപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ പഠിച്ചവനെ ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ട പിഞ്ചു മക്കൾ അല്ലാഹുവേ പഠിച്ച റബ്ബേ ഒരു പൊന്നുമോൻ ഇങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് റബ്ബേ അവിടുന്ന് നടക്കുന്നത് കണ്ടിരുന്നില്ലേ ഉമ്മ ആ പൊന്നുമോനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് ഇതിന്റെ ഭാരം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്നാ പിഞ്ചു പൈതൽ അവിടെ പറയാൻ അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കാൻ തൗഫീഖ് കൊണ്ട് റബ്ബേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നന്മ കൊണ്ട് തമ്പുരാനെ നല്ലവരിൽ പെടുത്തണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് പൊന്നുമോൻ പറയാണ് പടച്ചോനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ യുദ്ധം ചെയ്തവരാണ് യുദ്ധത്തിൽ ഷഹീദായവരാണ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി വിശപ്പ് സഹിച്ചു കൊണ്ടാണ് അവിടുന്ന് യുദ്ധം ചെയ്തത് റസൂലുള്ള പറഞ്ഞു മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശത്തരം പറഞ്ഞാൽ നിങ്ങളുടെ പൊന്നുമോനല്ല പുറത്തു കൊടുക്കൂല സ്വർഗം കൊടുക്കൂലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക മനസ്സിലായി അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ ഒരാളെയും നമ്മൾ താഴ്ത്തി കെട്ടരുത് നമ്മുടെ മുമ്പിലൂടെ പല ആളുകളും കടന്നു വരും അവരൊന്നും നമ്മൾ താഴ്ത്തി കെട്ടരുത് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന പല ആളുകളുണ്ടാകും പടച്ച റബ്ബേ നമുക്ക് കാണുമ്പോൾ തോന്നും അവരെല്ലാവരും മോശക്കാരാണ് ഒന്നിനും പറ്റാത്തവരാണ് പടച്ച റബ്ബേ താടി വെച്ച് തൊപ്പി വെച്ചിട്ട് മുട്ടിന്റെ മുകളിൽ തുണിയെടുത്തിട്ട് അല്ലെങ്കിൽ കീറിപ്പറിഞ്ഞ വസ്ത്രമെടുത്തിട്ട് ചുക്കുചുളിഞ്ഞ ശരീരവുമായിട്ട് പല ആളുകളും നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമല്ലോ അവരെയൊന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത് അവരെയൊന്നും നമ്മൾ നിസ്സാരമാക്കരുത് പഠിച്ചവനെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ പല ആളുകളെ നമുക്ക് കാണാം പല ഉമ്മമാരെയും ബാപ്പമാരെയും ഒക്കെ നമുക്ക് കാണാം അവരെയൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ഏത് സമയത്താണ് ആരെയാണ് അല്ലാഹു തആല ഉയർത്തുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് പറയാൻ കഴിയില്ല ആരെയാണ് അല്ലാഹു തആല തളർത്തുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മീരാ ഫരീദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ പടച്ച റബ്ബേ എല്ലാവർക്കും പടച്ച റബ്ബേ ഒരു വിലയുമില്ല ഒറ്റക്കൊരു വീട്ടിലാണ് അത്രേ താമസിച്ചിരുന്നത് ജീവിതമാർഗം വല്ലാത്ത പ്രയാസമാണ് ജീവിതമാർഗം
വല്ലാത്ത പ്രയാസമാണ്. പടച്ചറബേ വീട് ജോലികളൊക്കെ ചെയ്യാറുണ്ട്, മാനസികമായിട്ട് ചെറിയ പ്രതിസന്ധിയുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്. അല്ലാഹുവേ ആ വാർത്ത ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വല്ലാത്ത പ്രയാസത്തോടു കൂടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. മക്കളില്ല, ഭർത്താവില്ല, പൊട്ടിപ്പൊളിഞ്ഞൊരു വീടിനകത്താണ് താമസിച്ചിരുന്നത്. ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് വിഷമത്തിലാണ് ജീവിച്ചത്. പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉംറ നിർവഹിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തു. ജോലി ചെയ്തിരുന്ന വീട്ടുകാരും മറ്റുള്ളവരും കൂടിക്കൊണ്ട് അവിടുന്ന് പടച്ച റബ്ബേ ഒരു ഉംറ ചെയ്യാനുള്ള സൗകര്യം അവിടുന്ന് ഒരുക്കി കൊടുത്തു. ഈ മഹദി അവിടുന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പടച്ച റബ്ബേ തന്റെ നാട്ടുകാരോട്, കൂട്ടുകാരികളോട്, ബന്ധപ്പെട്ടവരോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇനി തിരിച്ചു വരൂല, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. ആ പുണ്യമായ പരിശുദ്ധമായ ഗേഹത്തിൽ എനിക്ക് മരണപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ ഇവിടുന്ന് പോയ ഉമ്മയാണ്. റബ്ബേ ഇവിടുന്ന് പോയി 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു പോകുന്ന വാർത്ത എന്താണെന്നറിയോ? ആ ഉമ്മ മരണപ്പെട്ടു എന്നാണ്. പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇലാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹുവേ ആ മഹദിയുടെ ഖബർ നീ വിശാലമാക്ക് അല്ലാഹ്, നീ വിശാലമാക്ക് അല്ലാഹ്. എത്രയോ പ്രവാചകന്മാര് കിടന്ന, മഹദിമാര് കിടക്കുന്ന, സഹാബത്ത് കിടക്കുന്ന, എത്രയോ വലിയ മഹത്തുക്കൾ കിടക്കുന്ന പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇല എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മഹദി അവിടെ കിടക്കുകയാണ്. ഇതല്ലേ അല്ലാഹ് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്? നമുക്കൊരാളെ നിസ്സാരമാക്കാൻ കഴിയുമോ? ഏതൊരുത്തരെയും അല്ലാഹ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ആ ഉമ്മാന്റെ ജനാസ ഇങ്ങനെ ഏറ്റിയിട്ട് ഓരോരുത്തർ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. പടച്ച റബ്ബേ എത്ര ആളുകളാണ് റബ്ബേ ആ ഉമ്മാന്റെ ജനാസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തിരക്ക് കൂടുന്നറിയോ? ആ കട്ടിലുമൊന്ന് പിടിക്കാൻ, ആ ഉമ്മാന്റെ ജനാസം ഒന്ന് പിടിക്കാൻ റബ്ബേ എത്രയോ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ കണ്ടപ്പോ കൊതി തോന്നി, അല്ലാഹ് അങ്ങനത്തെ ഒരു മരണം റബ്ബേ എന്ന് കിട്ടിയിരുന്നെങ്കില് ഞങ്ങൾ മരിച്ചിട്ട് സന്തോഷത്തോടു കൂടെ ഖബറിലേക്ക് പോകാൻ ഞങ്ങളെ കൂട്ടുകാരും കൂടപ്പിറപ്പുകളും കടന്നു വന്നിട്ട് റബ്ബേ പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്ത് നോക്കിയിട്ട് കിടക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹ് എന്ന് വിചാരിച്ചു പോയി. എന്റെ പ്രിയമുള്ളവരെ, നാട്ടിൽ വിലയില്ലാത്ത, കാണാൻ അഴകില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത, അധികാരമില്ലാത്ത, പവറില്ല, കാണുന്നവർക്ക് ആർക്കും വിലയില്ല. പക്ഷേ പടച്ച തമ്പുരാന്റെ അടുത്ത് വലിയ പവറായിരുന്നു, അള്ളാന്റെ അടുത്ത് വലിയ മഹത്വമായിരുന്നു. എന്റെ പ്രിയമുള്ളവർ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ പറയും പടച്ചോനെ അവരെന്താ ഇങ്ങനെ അല്ലെ, അവരെ കോലം കണ്ടോ, അവരുടെ പ്രവർത്തനം കണ്ടോ എന്ന് നമ്മൾ പറയും. ഒരാളെയും നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഇന്നാകുമ്പോ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹുവേ പടച്ചോനെ അത് കണ്ടപ്പോ അല്ലെ, ചിലപ്പോ അവരുടെ നാട്ടുകാരൊക്കെ നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാവാം അല്ലെ, ഇവരൊക്കെ എന്നെക്കായി കുറിച്ച് ആ മഹദിയെ കുറിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ കുറിച്ചിട്ട് അറിയായിരിക്കും. ചെറിയ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു, ആരുമില്ല കൂടെ, പക്ഷേ അല്ലാഹ് കൂടെ ഉണ്ടായിരുന്നു. ആരുല്ലെങ്കിലും പടച്ച റബ്ബ് കൂടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുത്തു. പക്ഷേ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു കണികൾ ആ മണ്ണിൽ പോയിട്ട് കിടക്കാൻ കഴിയാതെ പറഞ്ഞു. അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ, അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്കെല്ലാം എല്ലാമാണ്, നമുക്ക് സ്നേഹമാണ്, നമുക്ക് വളരെ വാത്സല്യമാണ് നമ്മുടെ മക്കളോട്. ആ വാത്സല്യങ്ങൾക്ക് പുറമെ വലിയൊരു ശ്രദ്ധ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ കൂടെ നമുക്ക് ഉണ്ടാവാൻ നമുക്ക് കഴിയണം. എല്ലാം നമ്മൾ കൊടുക്കും, സ്നേഹവും സൗഭാഗ്യവും സൗന്ദര്യമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തുമ്പോൾ
ആ മക്കളുടെ ജീവിത ശൈലി എങ്ങനെയാണ് എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ഗെയിം കളിക്കണം. യതീംഖാനയിൽ പഠിച്ചിരുന്ന പൊന്നുമോനാണ്. പക്ഷെ ആ പ്രിയപ്പെട്ട പൊന്നുമോന് ഗെയിമിന് അഡിക്റ്റാണ്. പടച്ച റബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ നെറ്റ് കയറ്റിയിട്ട് കൊടുത്തില്ല, അമ്മാന്റെ ഫോൺ കൊടുത്തില്ല. രാത്രി 12 മണിയായപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തിലേക്ക് വെട്ടുകത്തിയെടുത്തിട്ട് കുത്തിയിറക്കി പൊന്നുമോന് 14കാരന്. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. സ്വന്തം മക്കളെ പേടിച്ചവരെ വീട്ടിനകത്ത് പടച്ചവനെ കിടന്നുറങ്ങാൻ ഒരു വാപ്പയ്ക്ക് കഴിയുന്നില്ല, ഒരു ഉമ്മാക്ക് കഴിയുന്നില്ല. സ്വന്തം മാങ്ങളമാരെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു പെങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ നമ്മളെ പൊന്നുപോലെ നോക്കുന്നവരാണ്. നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നവരാണ്, വാത്സല്യം കൊടുക്കുന്നവരാണ്. പറഞ്ഞത് എന്തും തന്നെ നമ്മൾ ചെയ്യുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. എന്തും തന്നെ ചെയ്തു കൊടുത്തോ, സ്നേഹങ്ങൾ കൊടുക്കണം, നമ്മൾ വാത്സല്യങ്ങൾ കൊടുക്കണം. അതിന്റെ കൂടെ നമ്മുടെ മക്കളാണ്. നമ്മൾ ഓവറാക്കി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, ഫ്രീഡം നമ്മൾ ഓവറായിട്ട് കൊടുക്കുമ്പോൾ ആ മക്കളിന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ കടന്നു പോകാണ്. അവസാനം നമ്മൾ തന്നെ അവിടെ നിന്ന് വല്ലാത്ത വിഷമത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ തന്നെ വല്ലാത്ത ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. മൊബൈൽ ഫോൺ കൊടുത്തോ പ്രശ്നമില്ല, പക്ഷെ ആ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ അതിനൊരു തട നമ്മൾ ഇടണം അല്ലെ. നമ്മളെ കുട്ടികൾ ഇരുട്ടുകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മൊബൈൽ ഫോണിൽ വല്ലാതെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ, ഗെയിമുകൾക്ക് കളിച്ച് അങ്ങനെ അഡിക്റ്റായി മാറുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മയക്കുമരുന്നിനേക്കാൾ, ഒരു മദ്യത്തെക്കാൾ, മറ്റു ലഹരികളെക്കാൾ ഏറ്റവും കൂടുതൽ അടിമയായിക്കൊണ്ട്, ഒരു വലിയ വൈറസ് ആയിക്കൊണ്ട്, വലിയ ഒരു വല്ലാത്ത വിഷമായിക്കൊണ്ട് ഇന്ന് ഗെയിമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം നമ്മൾ. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത്. ഉറങ്ങിക്കിടക്കുന്ന ഉമ്മാന്റെ കഴുത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ആ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോ പ്രശ്നം അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. എന്നെ നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തിലേക്ക് കടാരം കുത്തിയിറക്കി. എന്റെ പ്രിയമുള്ളവരെ, അവസ്ഥ ആ ഉമ്മ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും. ആ ഉമ്മ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ? ഈ ചെറിയൊരു പൊന്നുമോൻ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുമെന്ന് ആ ഉമ്മ പ്രതീക്ഷിച്ചു. എന്റെ കുട്ടി എന്നെ എങ്ങനെ ചെയ്യുമെന്ന്. ഞാൻ എന്റെ മോനെ പൊന്നുപോലെ വളർത്തുന്നല്ലേ, എന്റെ പൊന്നുമോനെ, ഞാൻ എന്റെ പൊന്നുമോനെ വളരെ സ്നേഹം കൊടുത്തിട്ട് എല്ലാം എന്റെ മകന് വേണ്ടി ജീവിക്കുന്നല്ലേ, എന്റെ കുട്ടി എന്നെ എങ്ങനെ കാട്ടുവോ? ആ ഉമ്മ കരുതിയോ? 12 മണി ഉമ്മ ഇറങ്ങി കിടക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കാത്തതിൽ, റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിൽ വെട്ടുകത്തി എടുത്തിട്ട് ഉമ്മാന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടി. എന്റെ പ്രിയമുള്ളവരെ, ഈ 14കാരൻ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ മക്കൾ, ഞാനടക്കമുള്ള പഠിപ്പിച്ച ഒരുപാട് മക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഒരാളെയും പടച്ചോനെ നീ ഇതുപോലുള്ള ചിന്തകൾ ഞങ്ങളുടെ കുട്ടിക്കൊന്നും കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കല്ല റഹ്മാനെ. നമ്മുടെ കുട്ടിക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടേതായിട്ടുള്ള ലോകത്തേക്ക് കിടക്കരുത്. ഇന്ന് പല വീടുകളിലും മക്കളുടെ കൂട്ടുകാരൊക്കെ വരും. അവരൊക്കെ TV ഇട്ടിട്ടും പാട്ടിട്ടിട്ടും അവിടെ ഇങ്ങനെ DJ പല സംഭവങ്ങളൊക്കെ നടക്കാൻ. ഉമ്മ വീട്ടിനകത്തുണ്ടാക്കും, ഉമ്മാക്ക് വേണ്ടെന്ന് പറയാൻ കഴിയണില്ല. ഉമ്മ വീട്ടിലുണ്ടാക്കും, ഉമ്മാക്ക് അത് ചെയ്യല്ലെന്ന് പറയാൻ കഴിയണില്ല. മനസ്സിലായോ? അങ്ങനെ വരെ നമ്മുടെ കാലഘട്ടം, നമ്മുടെ മക്കളും കടന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.